ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു VS നോട്ട്സ്. ബിസിനസ് ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അതിൽ നോട്ട്സൊക്കെ എഴുതി സൂക്ഷിച്ച് പഠിക്കണം. ഒരു 4 പീരീഡൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അത്രയും ടോപ്പിക്സ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു 4 ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ വരും അത്. അപ്പോൾ ഒരു തവണ കേട്ടതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് ഓർമ്മ നിൽക്കില്ല. വീണ്ടും വീണ്ടും എടുത്ത് കേൾക്കുക, അപ്പോൾ കൂടുതൽ തറവാകും. കുറച്ച് കുട്ടികൾ അക്കൗണ്ടൻസി എടുക്കാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് അക്കൗണ്ടൻസി ക്ലാസ്സുമായാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോ? നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് കുറേ അധികം അവധി കിട്ടിയതിന് ശേഷമായിരുന്നു പരീക്ഷ. ലാസ്റ്റ് ലോക്ക്ഡൗൺ പീരീഡൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ധാരാളം സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് അവയുടെ റിസൾട്ട് കണ്ടുപിടിക്കാനാണല്ലോ പഠിച്ചത്. ലാസ്റ്റ് ഫൈനൽ അക്കൗണ്ടൊക്കെ പഠിച്ചില്ലേ? നമുക്ക് ഈ വർഷം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട്സുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? ഇവിടെ നമുക്ക് കുറച്ച് പിക്ചറുകൾ കാണാം. ഒരു ഹോസ്പിറ്റൽ, സ്കൂള്, ക്ലബ്ബ് ഇവയൊക്കെ കാണാം. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നമ്മളുടെ വ്യാപാര സ്ഥാപനങ്ങളുമായി ഒരു വ്യത്യാസമുണ്ട്. ഇവർ നമ്മുടെ സമൂഹത്തിലേക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഫോം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ലാഭമുണ്ടാക്കുക എന്നത് ഇവരുടെ ഒരു ലക്ഷ്യമല്ല, മറിച്ച് സമൂഹത്തിന് സേവനം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാവണം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽ, ക്ലബ്ബ്, ട്രേഡ് യൂണിയനുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ചാണ്, ഇതിൻ്റെ അക്കൗണ്ട്സിനെ കുറിച്ചാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം ഇതിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. Not for profit organizations are organizations formed for welfare of the society. സമൂഹത്തിൻ്റെ വെൽഫെയറിന് വേണ്ടി, ക്ഷേമത്തിനു വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. They stand for achieving social and charitable objectives. സോഷ്യൽ ആൻഡ് ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക, അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത്. ഇനി ഇത്തരം സ്ഥാപനങ്ങളുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇവരുടെ പ്രത്യേകതകൾ. ഒന്നാമതായിട്ട് നമുക്ക് പറയാം, ദീസ് ഓർഗനൈസേഷൻസ് ആർ ക്രിയേറ്റഡ് ഫോർ പ്രൊവൈഡിങ് സർവീസ് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ്. ഒരു പ്രത്യേക ഗ്രൂപ്പിലേക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഫോം ചെയ്യുന്നത്. ഒരു പ്രത്യേക ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളാണെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, ഹോസ്പിറ്റൽസ് ആണെങ്കിൽ രോഗികൾക്ക് ചികിത്സ കൊടുക്കാൻ, അങ്ങനെ. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ പ്രൊവൈഡിങ് സർവീസ് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നു, ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ആസ് എ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് തന്നെ. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല, ലാഭമുണ്ടാക്കാൻ അല്ല. അടുത്ത പറയുന്നു, ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആർ ടു ദീസ് ഓർഗനൈസേഷൻസ് ആർ കോൾഡ് മെമ്പേഴ്സ്. ഇതിൽ അംഗങ്ങളായിട്ടുള്ളവരെ മെമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിൽ അംഗങ്ങളായിട്ടുള്ളവരെ മെമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അംഗങ്ങളാകണമെങ്കിൽ ഇതിലൊരു ചെറിയ ഫീസ് അടച്ച് അംഗങ്ങളാകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫീസിന് പറയുന്ന പേരാണ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ അടയ്ക്കുന്നവരെ വിളിക്കുന്ന പേരാണ് സബ്സ്ക്രൈബേഴ്സ്. ഇവർ പക്ഷേ അറിയപ്പെടുന്നത് അംഗങ്ങൾ, മെമ്പേഴ്സ് എന്നാണ്. അടുത്തത് പറയുന്നു, ദീസ് ഓർഗനൈസേഷൻസ് ആർ മാനേജ്ഡ് ബൈ എ മാനേജിംഗ് കമ്മിറ്റി ഫ്രം അമംഗ് ദി മെമ്പേഴ്സ്. ഈ മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനേജിംഗ് കമ്മിറ്റിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ഫീച്ചർ, സോഴ്സസ് ഓഫ് ഇൻകം ആർ സബ്സ്ക്രിപ്ഷൻസ് ഫ്രം മെമ്പേഴ്സ്,
ഡൊണേഷൻ, ലെഗസീസ് എക്സെട്ര. ഇവരുടെ സോഴ്സസ് ഓഫ് ഇൻകം, ഇത്തരം സ്ഥാപനങ്ങളുടെ ഇൻകം എന്താണ്, വരുമാനം എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ക്ലബും ഹോസ്പിറ്റലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ മാനുഫാക്ചറിങ് ഇല്ല, പർച്ചേസ് ഇല്ല, സെയിൽസ് ഇല്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊന്നും ഒരു വരുമാനമില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇവരുടെ വരുമാനം എന്ന് പറയുന്നത്? ഈ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡൊണേഷൻ, അല്ലെങ്കിൽ ഇവരുടെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡൊണേഷൻ അല്ല, മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധമായിട്ടും ഒരു സബ്സ്ക്രിപ്ഷൻ ഇവർ മേടിക്കും, ഒരു വരിസംഖ്യ റിക്കറിംഗ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ മാസവും ഒക്കെ ഇവരിൽ നിന്ന് പിരിക്കും. അത് ഇവരുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. അതിനെ പറയുന്നതാണ് സബ്സ്ക്രിപ്ഷൻസ്. മറ്റൊന്ന് ഡൊണേഷനാണ്. പുറത്തുള്ള മറ്റുള്ളവർ ഡൊണേഷനായിട്ട് സംഭാവനകൾ നൽകും, ആൾക്കാരോ അല്ലെങ്കിൽ മറ്റു ബിസിനസ് സ്ഥാപനങ്ങളോ ഒക്കെ. അതും ഇവരുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. അടുത്തതാണ് ലെഗസി. ആ വാക്ക് പ്രത്യേകം നോട്ട് ചെയ്തോളൂ, അത് എപ്പോഴും നമുക്ക് പൂരിപ്പിക്കാൻ ചോദിക്കുന്നതാണ്. ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സ്ഥാപനത്തിന് ഏതെങ്കിലും വ്യക്തികൾ അവരുടെ വിൽപ്പത്ര പ്രകാരം സംഭാവന ചെയ്യുന്ന തുകയ്ക്കാണ് ലെഗസി എന്ന് പറയുന്നത്. വിൽപ്പത്രം എപ്പോഴാണ് എഴുതുന്നത്? മരിക്കാറാവുമ്പോഴത്തേക്കാണ് വിൽപ്പത്രം തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഡിസീസ്ഡ് പേഴ്സൺ വിൽപ്പത്ര പ്രകാരം നമ്മുടെ സ്ഥാപനത്തിന് മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ അവർക്കായിട്ട് നൽകുന്ന സംഭാവനയെ ഒരു പ്രത്യേക പേര് വിളിക്കുന്നു, ലെഗസി. എപ്പോഴും പൂരിപ്പിക്കാൻ ചോദിക്കുന്നതാണിത് കേട്ടോ, ഒരു മാർക്കിനൊക്കെ. അടുത്ത എൻ്റെ ഫീച്ചർ, ഫണ്ട്സ് റേസ്ഡ് ബൈ സച്ച് ഓർഗനൈസേഷൻസ് ആർ ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. ഇത്തരം ഓർഗനൈസേഷൻസ് റേസ് ചെയ്യുന്ന ഫണ്ടുകൾ ഒരു പ്രത്യേക ഫണ്ടിലേക്ക് മാറ്റും. ആ ഫണ്ടിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം. അത് പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി, വ്യാപാര സ്ഥാപനങ്ങളുമായി, ലാഭമുണ്ടാക്കാൻ വേണ്ടി ആരംഭിക്കുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. അത്തരം സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പ്രൊപ്രൈറ്റർ കൊണ്ടുവന്ന തുക, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റണ്ണിങ് സ്ഥാപനമാണെങ്കിൽ അസറ്റും ലയബിലിറ്റീസും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ക്യാപിറ്റൽ. പക്ഷേ ഇവിടെ ക്യാപിറ്റൽ അല്ല, മറിച്ച് ക്യാപിറ്റൽ ഫണ്ടാണ്, അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്നാണ് പറയുന്നത്. ഇവർക്ക് കിട്ടുന്ന വരുമാനങ്ങളും ഇവരുടെ ഇതുമൊക്കെ കൂടെ സർപ്ലസും എല്ലാം കൂടെ ഒന്നിച്ച് ഈ ഫണ്ടിലേക്കാണ് ഇടുന്നത്. അടുത്ത ഇതിൻ്റെ ഫീച്ചറാണ് സർപ്ലസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു മെമ്പേഴ്സ്. സർപ്ലസ് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. അപ്പോൾ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. നമ്മുടെ എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലായി നമ്മൾക്ക് കിട്ടുന്ന ഇൻകമാണ് സർപ്ലസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവർക്ക് ഇൻകം എന്ന് പറയുന്നത് ഏതാണ്? സോഴ്സസ് ഓഫ് ഇൻകം ഏതാണ്? ഈ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, ലെഗസി, ഇതൊക്കെ ഇവരുടെ ഇൻകമായിട്ട് വരും. അപ്പോൾ ഇത് റെക്കറിംഗ് ആയിട്ട് വരുന്നില്ല എങ്കിൽ പോലും സർപ്ലസ് എന്ന് പറയുമ്പോൾ റെക്കറിംഗ് നേച്ചറിലുള്ള ഇൻകം, കൂടുതലായി എക്സ്പെൻസിനേക്കാൾ കൂടുതലായി എത്ര മിച്ചം വരുന്നോ അതിനെയാണ് സർപ്ലസ് എന്ന് പറയുന്നത്. അതായത് വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രോഫിറ്റ് എന്തായിരുന്നോ അതാണ് ഇവിടെ മറ്റൊരു വാക്ക് ഉപയോഗിച്ച് പറയുന്നേ ഉള്ളൂ, സർപ്ലസ്. വ്യാപാര സ്ഥാപനങ്ങളിൽ ട്രേഡിംഗ് കൺസേണിനകത്ത് നമ്മുടെ എക്സ്പെൻസും ഇൻകവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കുമ്പോഴാണ് അതിനെ പ്രോഫിറ്റ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, നെറ്റ് പ്രോഫിറ്റ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എന്ത് പറയും? സർപ്ലസ് എന്ന് പറയും. അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉള്ളത്. അടുത്തത് അക്കൗണ്ട്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ദ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഷുഡ് പ്രിപ്പയർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിംഗ് പീരിയഡ്. എല്ലാ അക്കൗണ്ടിംഗ് പീരിയഡിൻ്റെ അവസാനവും ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ട്രേഡിംഗ് കൺസേൺസ് അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസ് നടത്തുന്നു, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ അവർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇവർക്ക് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡ് അല്ലെങ്കിൽ മറ്റു ഡൊണേഷൻ ഇവയൊക്കെ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവർക്ക് ഒരു ക്യാഷ് ബുക്ക് എന്താണേലും കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന ക്യാഷ് പോകുന്നതും എല്ലാം എഴുതി വയ്ക്കാൻ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഓരോരോ ഇൻകത്തിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, എക്സ്പെൻസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പിന്നെ സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ കൺസ്യൂമബിൾ ഇവയുടെയൊക്കെ സ്റ്റോക്ക് രജിസ്റ്ററൊക്കെ പ്രിപ്പയർ ചെയ്താൽ മതി.
പിന്നെ അത് കൂടാതെ അതിൽ നിന്ന് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ജനറേറ്റ് ചെയ്യണം. ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ മെമ്പേഴ്സിനൊക്കെ സ്ഥാപനത്തിൻ്റെ ഇൻകം, അവരുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ സഫീഷ്യൻ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൂടാതെ ഇവരുടെ അതോറിറ്റീസ് ഉണ്ടാവും. ഇത്തരം സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്താണ് നടത്തപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ അതോറിറ്റീസിന് ഓഡിറ്റഡ് ഫൈനൽ അക്കൗണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല പോലും ഈ സ്ഥാപനം നടക്കുന്നതെങ്കിൽ കൂടിയും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പീരിയഡിൻ്റെ ലാസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇവ പ്രിപ്പയർ ചെയ്യണം. The final accounts of not for profit organization consist of, ഇതിൻ്റെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉൾപ്പെടുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇവ മൂന്നുമാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ ഇതിനൊരു സിമിലാരിറ്റി നമുക്കിപ്പോൾ തോന്നാം. നമ്മുടെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആയിരുന്നു, മൂന്നെണ്ണം. ഇവിടെയോ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നുമാണ് നമുക്ക് കണക്കിൽ ചെയ്ത് കാണിക്കാനുള്ളത്. നമ്മുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഏബിൾ ആകണം. അതിനാണ് നമ്മൾ ഈ തിയറിയൊക്കെ പഠിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ അക്കൗണ്ടിലേക്ക് നോക്കാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് മെർജിങ് ക്യാഷ് ആൻഡ് ബാങ്ക് ഐറ്റംസ്. ഇതൊരു ക്യാഷ് ബുക്കിൻ്റെ ഒരു സംഗ്രഹമാണ്. അതായത് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു, അത് ഓരോ മാസവും ക്യാഷ് ബുക്ക് എഴുതി ആ മാസത്തിൻ്റെ അവസാനം അതിൻ്റെ ബാലൻസ് കണ്ട് നെക്സ്റ്റ് മാസത്തിൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അങ്ങനെ എഴുതി 12 മാസവും ക്യാഷ് ബുക്ക് എഴുതി വന്ന് ലാസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരിയഡിൽ ഈ ക്യാഷ് ബുക്കിൻ്റെ സമ്മറി പ്രിപ്പയർ ചെയ്യണം. അതാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഇനി ഇതിൻ്റെ അതായത് ക്യാഷ് ആൻഡ് ബാങ്ക് ഐറ്റം, ക്യാഷ് നമ്മുടെ നേരിട്ട് കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന ക്യാഷിൻ്റെ അളവും എഴുതണം, വരവും പോക്കും എഴുതണം. അതുപോലെ തന്നെ ബാങ്കിൽ കാശ് വന്നാലും പോകുന്നതും ഒക്കെ നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കണം. അടുത്തത് ദ റെസീപ്റ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് പേയ്മെൻറ്റ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ക്യാഷ് ബുക്ക് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. എന്താണ്? ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റുകൾ എഴുതും, ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റുകൾ എഴുതും. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് റിയൽ അക്കൗണ്ട്. നമ്മൾ ക്യാഷ് ബുക്ക് പഠിച്ചു ക്യാഷ് ബുക്ക് റിയൽ അക്കൗണ്ട് ആണ്. ഇതിനും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ഡാഷ് അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. കാരണം എന്താണ്? റെസീപ്റ്റ് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു, പേയ്മെൻറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഓക്കെ. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇതൊരു ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല. എന്ന് വെച്ചാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഡബിൾ എൻട്രി സിസ്റ്റം അല്ല കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം? The system of accounting where both the aspects of a transactions are recorded in the books of account, then it is called a double entry system of accounting. ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മുടെ സ്ഥാപനത്തിൽ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഡബിൾ എൻട്രി സിസ്റ്റം ഒന്നുമില്ല. കാരണം ഇവിടെ വരവും പോക്കുമൊന്നുമില്ല. ഇവിടുത്തെ വരവും പോക്കും മീൻസ് നമ്മൾ വിൽപ്പന നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം പോയി ക്യാഷ് വന്നോ, വരവുമുണ്ട് പോക്കുമുണ്ട്. അതുപോലെ അല്ല ഇവരുടെ ഇടപാടുകൾ നടക്കുന്നത്. ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഡൊണേഷൻസ്, സബ്സ്ക്രിപ്ഷൻസ്, അങ്ങനെ ആ ഒരു ഇൻകമാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഡബിൾ എൻട്രി റെക്കോർഡ് ചെയ്യാനായിട്ട് ഇവിടെ സാധാരണ രീതിയിൽ പറ്റില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് ഓൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് whether of a capital or of a revenue nature are included. എല്ലാ റെസിപ്റ്റും പേയ്മെൻറ്റും ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. എല്ലാ റെസിപ്റ്റും പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് വെദർ ഓഫ് എ ക്യാപിറ്റൽ ഓർ എ റവന്യൂ നേച്ചർ. റെസിപ്റ്റും പേയ്മെൻറ്റും ഒക്കെ നമ്മൾ പലതരത്തിലുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ്, റവന്യൂ പേയ്മെൻറ്റ്.
നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ് അതിൻ്റെ തിയറിയൊക്കെ. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിക്സഡ് അസറ്റുകൾ വിറ്റാൽ നമുക്ക് അതുവഴി കിട്ടുന്ന തുക, വരുമാനം, ആ വിറ്റപ്പോൾ കിട്ടിയ തുക, അതാണ് ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ഡൊണേഷൻ കിട്ടുന്നു, അതായത് ഒരു ബിൽഡിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡൊണേഷൻ കിട്ടിയാൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. എന്നാൽ റവന്യൂ റെസിപ്റ്റോ നമ്മളുടെ ഡേ ടു ഡേ അഫയേഴ്സിന് വേണ്ടിയിട്ട് അഫയേഴ്സിൽ നിന്ന് ഡേ ടു ഡേ വർക്കിങ്ങിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടിയാൽ അല്ലെങ്കിൽ റിക്കറിങ് ആയിട്ടുള്ള ഒരു വരുമാനം വന്നാൽ അതിനെയാണ് റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ പേയ്മെൻറ്റും റവന്യൂ പേയ്മെൻറ്റും. നമ്മളിപ്പോൾ ഒരു അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ചെലവഴിച്ചാൽ അത് ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്, അങ്ങനെയാണ് പറയുക. കാരണം ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നതാണ്. ഇനി റവന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാലോ അതെന്താണ്? നമ്മൾ മെയിൻറ്റെയിനിങ് അവർ ഏണിംഗ് കപ്പാസിറ്റി, നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടി ചെലവഴിക്കുന്ന തുക, അതാണ് റവന്യൂ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാലോ നമ്മളുടെ ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന തുക. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് റെസിപ്റ്റ് വന്നാലും, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണെങ്കിലും റവന്യൂ റെസിപ്റ്റ് ആണെങ്കിലും ഏത് പേയ്മെൻ്റ് ആണെങ്കിലും, ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണെങ്കിലും റവന്യൂ പേയ്മെൻ്റ് ആണെങ്കിലും നമ്മൾ ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതിയിരിക്കണം. ഓൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇതാണ് ഇതിൻ്റെ ഫീച്ചർ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. only actual receipts and payments are included. അടുത്തൊരു പ്രത്യേകതയാണ്, ശരിക്കും നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് പൈസ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആക്ച്വൽ ക്യാഷ് നമ്മളുടെ ബിസിനസ്സിൻ്റെ പെട്ടിക്കകത്ത് വീണിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ ഈ അക്കൗണ്ടിൽ. ഇഗ്നറിങ് അക്രൂവൽ ഇൻകംസ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, കേട്ടിട്ടുണ്ടാവും ഈ വാക്കുകളൊക്കെ. ഇഗ്നറിങ് അക്രൂവൽ ഇൻകംസ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടാനുണ്ട്. അക്രൂവൽ ഇൻകം എന്ന് പറഞ്ഞാൽ കിട്ടാനുണ്ട്, കുറച്ച് പേര് നമുക്ക് പൈസ തരാനുണ്ട്. ആ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എഴുതി വയ്ക്കാൻ പാടില്ല. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, നമ്മൾ കൊടുത്തിട്ടില്ല, കുടിശ്ശികയാക്കി ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇതിനകത്ത് ഇടാൻ പാടില്ല. ആക്ച്വലി ക്യാഷ് പോയിട്ടുണ്ടോ, ആക്ച്വലി ക്യാഷ് വന്നിട്ടുണ്ടോ എങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റൊരു പ്രത്യേകത, ഓൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് വെദർ റിലേറ്റഡ് ടു ദ കറൻറ്റ്, പ്രിസീഡിങ് ഓർ സക്സീഡിങ് പീരിയഡ് ആർ ഇൻക്ലൂഡഡ്. ഏത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റും എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞ എന്താ, ഇതിന് മുമ്പത്തെ പോയിന്റിൽ ക്യാപിറ്റൽ ആണെങ്കിലും റവന്യൂ ആണെങ്കിലും പറ്റും. ഇപ്പോൾ പറയുകയാണ് എപ്പോഴത്തെ, അതായത് നമുക്ക് അടുത്ത വർഷം കിട്ടാനുള്ളത് ഇപ്പോൾ കിട്ടിയാലും ഇതിനകത്ത് എഴുതണം, കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്നത് ഇപ്പോൾ കിട്ടിയാലും ഇതിനകത്ത് എഴുതണം. നമ്മൾക്ക് പൈസ ഏതിനത്തിലാണേലും ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യണം. അടുത്ത പോയിന്റ്, it usually commences with an opening balances and closes with a closing balance. Debit balance indicates cash in hand and credit balance for overdraft എന്നാണ് പറയുന്നത്. ഈ അക്കൗണ്ട് നമുക്ക് എഴുതി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇത് ആരംഭിക്കുന്നത് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് വെച്ചിട്ടായിരിക്കും. ഇതെല്ലാം നമ്മുടെ റെസിപ്റ്റുകളെല്ലാം റെസിപ്റ്റ് സൈഡിൽ എഴുതി, ഡെബിറ്റ് സൈഡിൽ എഴുതി, പേയ്മെൻറ്റുകളെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതി, ലാസ്റ്റ് അത് ബാലൻസ് ചെയ്യുമ്പോൾ അവിടെ ക്ലോസിംഗ് ബാലൻസോട് കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. ആ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ഇത്രയുമാണ് ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ താൽക്കാലികമായി നിർത്താം. നമ്മളിന്ന് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ്, അവയുടെ സവിശേഷതകൾ എന്തെല്ലാം, അവരുടെ ഫൈനൽ അക്കൗണ്ട്സിനകത്ത് എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത്, അതിലെ ഫസ്റ്റ് പാർട്ടായ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്, എന്തൊക്കെയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ തിയറി മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഒരു കണക്കും ചെയ്യാനായിട്ട് പഠിക്കാം. അപ്പോൾ ആ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ തിയറി നല്ല ഹൃദിസ്ഥമാക്കിയിരിക്കണം. ഇത് നോട്ട് ബുക്കിൽ എഴുതി വെച്ച് പഠിക്കണം, വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കണം, കേട്ട് മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് കണക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.